ഹായ്, വെൽക്കം ടു ഋഷി ടോക്സ്. ഇതെൻ്റെ ഒരു ഫാമിലി ബ്ലോഗ് ചാനലാണെന്ന് എന്നെ അറിയാവുന്നവർക്ക് കുറച്ച് പേർക്ക് തന്നെ, കാരണം ഇതിൻ്റെ തന്നെ നമ്മുടെ ഒരു ചാനലുണ്ടായിരുന്നു, പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി വിത്ത് സ്മൈൽ പി എസ് സി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാനലുണ്ടായിരുന്നു. ഇപ്പം അതിലൊന്നും ഞാൻ ക്ലാസ്സുകളല്ലെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയത് തന്നെ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഇതിന് മുമ്പ് ഒരു ചാനലുണ്ടായിരുന്നു, അതെനിക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSൻ്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഒരു ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ തിരക്കുകൾ കൊണ്ട് അതിലേക്ക് ചെറിയ ചെറിയ വീഡിയോസ് ഇടാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിലേക്ക് തുടങ്ങിയത്. പക്ഷേ ഇന്ന് തന്നെ ഭയങ്കര ഒരു വിഷമകരമായ ഒരു എന്താ പറയുക, ഒരു വാർത്ത പത്രത്തിൽ കണ്ടു. അത് ആദ്യം ഞാൻ വിചാരിച്ചൊന്നും വീഡിയോ ആക്കണ്ട, അല്ലെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യേണ്ട. കാരണം നമ്മുടെ ദുഃഖം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫൈനൽ അല്ലേ, നമ്മുടെ കഷ്ടപ്പാടിനൊന്നും ഒരു വിലയും തരാതെ PSC എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ആ സമയത്ത് തന്നെ അല്ലേ, ഇതൊരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതറിഞ്ഞിട്ട് കൂടെ ഈ PSC എന്ത് ചെയ്തു? ഇതറിഞ്ഞിട്ട് കൂടെ PSC ഈ പറഞ്ഞ പ്രിലിംസ് നടത്തുന്നു, മെയിൻസ് നടത്തുന്നു, ഷോർട്ട് ലിസ്റ്റിൻ്റെ മെസ്സേജുകൾ വരുന്നു ഇല്ലേ. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചു അവിടെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പക്ഷേ ഫൈനലി വന്നപ്പോൾ എന്താണ്, വീണ്ടും ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരു സെക്കൻഡേ, എറേസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിയമനത്തിനായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ച് വീണ്ടും പരീക്ഷ നടത്തണം എന്നുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഇതിനെതിരെ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ PSC കാണിച്ച രീതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമകരമായി. ഇങ്ങനൊരു നിലവിലൊരു കേസുണ്ടെങ്കിൽ ഇവർ ആദ്യം തന്നെ അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രിലിംസോ മെയിൻസിൻ്റെ ഒന്നും നാടകത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ ഇതിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ഏജ് ഓവറായിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ്, എനിക്കറിയാവുന്നതിന് ഒരുപാട് പേരുണ്ട് ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞ് അഹോരാത്രം, അന്ന് തന്നെ പറയാം, രാവും പകലുമില്ലാതെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അടുത്ത ഇപ്പോൾ ഈ കഴിഞ്ഞ വേരിയസ് LGS പോലും, അതായത് ഇത് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കേസായതുകൊണ്ട് വേരിയസ് LGSിലേക്ക് അധികം കോൺസെൻട്രേഷൻ ഇവർ കൊടുത്തില്ല. ഓക്കെ, എന്നിരുന്നാൽ കൂടെ അവർ എക്സാം എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഇവർക്ക് ഈ വേരിയസ് LGSനില്ല. യൂണിവേഴ്സിറ്റി LGSൽ ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ കിട്ടും എന്നുറപ്പുള്ള, അതായത് 87 മാർക്കുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 87 മാർക്കുണ്ട്, അപ്പം ആകെ കുറച്ച് പേരുടെ ലിസ്റ്റല്ലേ ഇട്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊന്നും എന്താ പറയുക, നമ്മുടെ കയ്യിലല്ല ഇതൊക്കെയെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു സമയമാണിത്. അതല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മളിങ്ങനെ കുറച്ച് പേരുടെ ലിസ്റ്റ്, അതായത് ഞാനിപ്പോഴും പറയുന്നു, തുടക്കത്തിൽ തന്നെ PSC ഈ ഒരു നോട്ടിഫിക്കേഷൻ സമയം തൊട്ട് തന്നെ ചതിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ആ കേസ് നിലനിൽക്കുകയാണെങ്കിൽ ഇവരൊന്നും ചെയ്യേണ്ട, അതിന് ക്ലിയർ ചെയ്തിട്ട് ഇട്ടാൽ മതിയായിരുന്നു. ഇത് പ്രിലിംസ് മെയിൻസ് മെസ്സേജുകൾ വരിക, അല്ലെങ്കിൽ അങ്ങനെ അതിനെ തുടർന്ന് അല്ലേ എന്തൊക്കെയാണ്, പിന്നെ ഈ കട്ട് ഓഫ് നിശ്ചയിക്കുകയും ഇതിൽ ആൾക്കാരെ കുറയ്ക്കുക, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവസാനം ഒരു മെസ്സേജുകളൊക്കെ വന്നു. കട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റ് വന്നു, 81 മാർക്ക് സംതിങ് ഇട്ടിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ഇട്ടു. പക്ഷേ ഇതിലൊന്നും എന്താ പറയുക, ഫൈനൽ കൺക്ലൂഷനിലെത്തിയപ്പോൾ വീണ്ടും ഒരു പരീക്ഷ നടത്തണം, നിലവിലുള്ള ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ നിലവിൽ വന്ന ഷോർട്ട് ലിസ്റ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് വീണ്ടും പരീക്ഷ നടത്തണമെന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരു പുതിയ രീതിയിൽ, അല്ലെങ്കിൽ പുതിയൊരു എക്സാമിന് വേണ്ടി ഡിഗ്രിക്കാരോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സത്യം, നമ്മളെല്ലാവരുടെ പോസിറ്റീവായിട്ട് പറയും, നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് പറ്റും. എന്നിരുന്നാൽ കൂടെ നമ്മൾ വീണ്ടും ഇതിനു വേണ്ടി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വീണ്ടും നമ്മൾ നേടിയെടുക്കുക എന്നൊക്കെ പറയാമെന്നുള്ളത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ തളരരുത്, നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. നമ്മുടെ മുന്നിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്തയിൽ നമ്മൾ വീണ്ടും പഠിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം ഇവരിനി പുതിയ നോട്ടിഫിക്കേഷൻ ഇന്ന് വരുമെന്നറിയില്ല, പക്ഷേ നോട്ടിഫിക്കേഷൻ ഇട്ട് പുതിയ പരീക്ഷ നടത്താനാണ്. പിന്നെ ആകെ ഇതിലുള്ളത്, സർവകലാശാലകളുടെ നിയമനത്തിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് ബിരുദധാരികൾ അപേക്ഷിക്കുന്നത് വിലക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ബൈലോ അമെൻമെൻറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു പക്ഷേ അമെൻമെൻറ്റിലൂടെ വേണമെങ്കിൽ ബിരുദധാരികളെ പറ്റില്ല എന്നൊരു രീതിയിലൊക്കെ ആക്കാം, അല്ലെങ്കിൽ വീണ്ടും ഇവരെ ഈ കോടതി പറഞ്ഞതുപോലെ വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറക്കാം. അതൊക്കെ ഇനി അവരുടെ കയ്യിലാണ്. അതിനി എന്ന് എപ്പോൾ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് 2022 വന്ന നോട്ടിഫിക്കേഷനാണ്. 2022 ഏജ് ഓവറായവരുണ്ടാവും, ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതി. 2023 കഴിഞ്ഞ് 2024 കഴിഞ്ഞു, ഇനി വരുന്നത് 2025 ഇത് വന്നാൽ അല്ലേ, വരികയാണെങ്കിൽ തന്നെ അത്രത്തോളം ഏജ് ഓവർ, അല്ലെങ്കിൽ ഇനി അയക്കുമ്പോൾ ആ ഒരു ഏജ് ഓവർ ആയവരും കൂടെ പരിഗണിച്ച് ഈ ഒരു പ്രത്യേക തസ്തികയ്ക്ക് ആ ഒരു ഏജ് ഓവർ ആയവരും കൂടെ കണക്ക് കൂട്ടിയിട്ടൊരു നോട്ടിഫിക്കേഷൻ PSC ഇറക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ആഗ്രഹം. 2022 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു, ആരുടെയൊക്കെ അവസാന ചാൻസ് ആയിരുന്നു, അവർക്ക് ഇതിൻ്റെ ഒരു റീനോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ഇനി അവർക്കും ഇതിനൊരു അവസരം കൊടുത്തുകൊണ്ടും ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കണമെന്ന് മാത്രം നമുക്ക് പറയാം. ആരും ഈ ലിസ്റ്റിലുണ്ടായിരുന്ന ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റ് ചാൻസ് ഉണ്ടായിരുന്ന വീട്ടമ്മമാർ അല്ലേ, അവരൊക്കെ ലാസ്റ്റ് പ്രതീക്ഷയായിട്ട് കാത്ത് അവർ അഹോരാത്രം പ്രയത്നിച്ചിട്ടാണ്
അപ്പം അവർക്കൂടെ എഴുതാൻ പറ്റുന്ന രീതിയിലൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവർക്കൂടെ എഴുതാൻ പറ്റുന്ന രീതിയിലൊരു ഏജ് റിലാക്സേഷനൊക്കെ കൊടുക്കണമേ എന്ന് നമുക്ക് ഒരു നിവേദനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായി വരുന്നു. എന്നിരുന്നാലും ഈ ഒരു വാർത്ത നമുക്ക് വലിയ ഒരു ദുഃഖമുണ്ടാക്കുന്നതാണ്. എന്താ പറയുക, അതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ചിന്തിക്കണം. കാരണം ലിസ്റ്റിലുള്ളവരുടെ അവസ്ഥ എന്താണെന്നും, അല്ലെങ്കിൽ ലിസ്റ്റ് വന്നിട്ട് തന്നെ കാര്യമില്ല ഇക്കാലത്ത്. അതിനോടൊപ്പം ഈ ലിസ്റ്റ് ഇങ്ങനെയൊക്കെ ക്യാൻസൽ ആവുക, ഇനി വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ, വീണ്ടും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അല്ലേ. കൂടുതലൊന്നും പറയാനില്ല. നമുക്കിങ്ങനെ ഒരു ഏജ് റിലാക്സേഷൻ കൊടുത്ത് നമ്മളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പരീക്ഷ നടത്താൻ അവർക്ക് അങ്ങനെ തോന്നട്ടെ. അല്ലെങ്കിൽ നമുക്കതിനു വേണ്ടി നമുക്ക് പ്രവർത്തിച്ച് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം. പറയാൻ പറ്റില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഋഷി ടോക്സ് ഇതാണ് നമ്മുടെ ചാനൽ. ഇതേ വീഡിയോ തന്നെ ഞാൻ എൻ്റെ സ്റ്റഡി വിത്ത് മൈ PHയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. പഠിക്കാൻ പറ്റുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.